ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ എഫെക്സ് ട്രേഡേഴ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു പോർഷൻ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കാൻഡിൽ സ്റ്റിക്സ്. അതായത് ഇപ്പം നമ്മളൊരു ട്രേഡ് ചെയ്യുവാണെങ്കിൽ എത്ര ടൈപ്സ് ഓഫ് കാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്, അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. മേജറായിട്ട് വരുന്ന കാൻഡിൽ സ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്സ് ഓഫ് മേജർ കാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. നോർമലി ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, ഒന്ന് ബുള്ളിഷും ഒന്ന് ബെയറിഷും. ഓക്കെ, സോ അപ്പം നമുക്ക് ഈ ബുള്ളിഷ് ബെയറിഷ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും എന്താ പറയുക, മുകളിലോട്ട് പോകുന്ന ഒരു അപ്പിലേക്ക് പോകുന്ന ഒരു ക്യാൻഡിലായിരിക്കും. ബെയറിഷ് എപ്പോഴും ഡൗൺ ട്രെൻഡ് ആയിരിക്കും വരുന്നത്. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഗ്രീൻ ക്യാൻഡിലാകും. അതാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്, ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, നമുക്കൊരു എക്സാമ്പിൾ ഒരു കാടമം എടുക്കാം, അല്ലെങ്കിൽ ഗോൾഡ് എടുക്കാം. ഗോൾഡിൻ്റെ പ്രൈസ് നമുക്ക് ലാസ്റ്റ് ഏപ്രിലിന് മുമ്പ് നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് 2400 ആൻഡ് എബോ വന്നിട്ടുണ്ടായിരുന്നു. സോ ബട്ട് അതിനുശേഷം എന്താ പറയുക, ഇപ്പം ബെയറിഷ് ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം മെയ് 24 ആണ്, 2024 ആണ്. സോ മെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബെയറിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. സോ വൈ ബുള്ളിഷ്, വൈ ബെയറിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ആക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് പറയാൻ ബുള്ളിഷ് ഉണ്ടാവും. സോ ബെയറിഷ് ഇതിനൊക്കെ എന്ത് പറയാൻ, ബൈയും സെല്ലും ആണ് ശരിക്കും ബുള്ളിഷും ബെയറിഷും കൂടി പറയാം. ഓക്കെ, സോ അപ്പം നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അപ്പം കടക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആദ്യം ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനു മുമ്പ് എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് കാൻഡിൽ സ്റ്റിക്സ്. അതായത് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു, ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്സ് ആൻഡ് ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന 2 ക്യാൻഡിലുണ്ട്. ഓക്കെ, ഈ ബുള്ളിഷിനും ബെയറിഷിനും ഉള്ള പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബുള്ളിഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞായിരുന്നു, എപ്പോഴും ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും, താഴെയായിരിക്കും. അതിൻ്റെ ക്ലോസിങ് എപ്പോഴും ഓപ്പണിങ്ങിനെക്കാട്ടിലും മുകളിൽ വരും. അപ്പം അതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ ഈ ക്യാൻഡിൽ നോർമലി എ ക്യാൻഡിൽ ഹാവ് എ ഷാഡോ ബോഡി, അല്ലെങ്കിൽ നമുക്ക് വിഗ് എന്ന് പറയാം. സോ ഇതേപോലെ കുറേ എന്താ പറയുക, നമുക്ക് ബുള്ളിഷ്, ബെയറിഷ്, ഡോജി എന്ന കുറേ ക്യാൻഡിൽസ് ഉണ്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ഫോർ എ കോംപ്ലിക്കേഷൻ. സോ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് ബുള്ളിഷും ബെയറിഷും എന്താണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. മാർക്കറ്റിൽ ഒരാൾ അതായത് ഇതിപ്പം നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്കും യൂസ്ഫുള്ളായിട്ടിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ബുള്ളിഷ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, ഓപ്പണിംഗ് താഴെ ആയിരിക്കും, ക്ലോസിങ് മുകളിലായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് താഴെ മുകളിലും കാണുന്ന ഒരു ഈ ലൈൻ, എ സിംഗിൾ ലൈൻ, ലൈക്ക് എന്ത് പറയണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഐ പോലെ നമുക്കൊന്ന് കാണാമല്ലോ. അത് നമ്മൾ മീൻ ചെയ്യുന്നത് വിഗ് ആണ്. വിഗ് ഓർ ഇത് ലോവർ ഷാഡോ, അപ്പർ ഷാഡോ എന്ന് പറയാം, അല്ലെങ്കിൽ ലോവർ വിക്ക്, അപ്പർ വിക്ക്. എന്തുകൊണ്ടാണ് വിക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ഈ ഒരു പൊസിഷൻ, ഇതിവിടെ 10 റുപ്പീസ് ആണെങ്കിൽ, ഓക്കെ, ഇത് ഒരു 10 റുപ്പീസ് ആണെങ്കിൽ ആ മാർക്കറ്റ് 5 റുപ്പീസിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലപോലെ നിൽക്കുന്ന സെല്ല് നടക്കുന്നുണ്ട്. സോ ഇതിനെയാണ് ഈ 10 ഇരുന്ന് 5ലേക്ക് വരുമ്പോൾ ഉള്ള ഈ ഒരു വ്യത്യാസമാണ്. വന്നിട്ട് ഇത് പിന്നെ എന്നെ തിരിച്ച് എഗെയിൻ ഇറ്റ് വിൽ ഗോ അപ്പ്. അതാണ് നമ്മൾ കാണുന്നത്. ഈ ഗോയിങ് അപ്പ് എന്ന് പറയുന്നത് ഇവിടം വരെ വരും. ഓക്കെ, സോ അതായത് ഒരു എൻറ്റയർ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഇരുന്ന് എപ്പോഴാണോ താഴോട്ട് പോകുന്നത്, ഓപ്പൺ അതായത് അല്ലെങ്കിൽ എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു പൊസിഷനിൽ ഇരുന്ന്
താഴോട്ട് പോകുന്ന ആ ഒരു റേഞ്ചിനെ, അതായത് എക്സാക്ട്ലി ഈ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, വിക്ക് എന്ന് പറയുക. സോ വിക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം ഈ വിഗ് നമ്മൾ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അതിൻ്റെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇപ്പം ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നു. ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനി ഉണ്ടാവും. ഓക്കെ, സോ അപ്പം നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് എവിടെയാണോ അവിടെ നിന്ന് അതിനെക്കാട്ടിലും താഴോട്ട് ചെന്ന്, അതായത് സെൽ പൊസിഷൻ എടുത്ത് താഴോട്ട് വന്നു, പക്ഷേ ആ ഒരു സെൽ പൊസിഷൻ എടുത്ത് വന്നിട്ട് പോലും അവിടെ എന്ത് പറയാൻ പറ്റിയില്ല, സ്ട്രോങ് ആയിട്ട് അതിന് നിലനിൽക്കാൻ പറ്റിയില്ല. അത് തിരിച്ച് അതിൻ്റെ ഡബിൾ ഇരട്ടി അപ് ട്രെൻഡ് അടിച്ചു. സോ ഇറ്റ് ഗോൺ അപ് ടു 110 എന്ന് നമുക്ക് പറയാം. ഒരു ഗോൾഡ് പ്രൈസ് 10 രൂപയിൽ തുടങ്ങി 5 രൂപയിലെത്തി, 5 രൂപയിലെത്തിയിട്ട് പിന്നെ തിരിച്ചു പോയി. അതായത് ആ പറഞ്ഞ 10 രൂപ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ വന്നു, അവിടെ ഇരുന്നും തിരിച്ച് മുകളിൽ പോയി 110 രൂപയിൽ ചെന്നിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ഉണ്ടായിരുന്നാൽ പോലും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സും കൂടി വന്നു. സോ സെല്ലേഴ്സും കൂടി വന്നപ്പോൾ തിരിച്ചത് 100 റുപ്പീസിൽ ആ സെല്ലേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എത്തിച്ചു. ഓക്കെ, അപ്പം 100 റുപ്പീസിലേക്ക് എത്തി. അവിടെ വെച്ച് എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ആയി. സോ അതാണ് നമ്മുടെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 100 റുപ്പീസിലാണ് ക്ലോസ് ആണ്. അപ്പം അത് നമ്മുടെ ക്ലോസിംഗ് പ്രൈസ്. സോ ഇൻ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ബോഡി, അതായത് ബോഡി ഓഫ് ദ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി, ലോവർ ഷാഡോ നോക്കി, ഓപ്പണിംഗ് പ്രൈസ് നോക്കി, ക്ലോസിംഗ് പ്രൈസ് നോക്കി, ബോഡി നോക്കി, അപ്പർ വിക്ക് ഓർ അപ്പർ ഷാഡോ നമ്മൾ നോക്കി. ഓക്കെ, സോ ബിഗിനിങ് എവിടെയാണ്, ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്ന 10 റുപ്പീസിലായിരുന്നു നമ്മുടെ ഓപ്പണിംഗ്. ഓക്കെ, ആ 10 റുപ്പീസിൽ ഓപ്പൺ ചെയ്തത് എന്ത് ചെയ്തു, സെല്ല് ചെയ്തു 5 റുപ്പീസിലേക്ക് എത്തി. പക്ഷേ എന്നാലും ബയേഴ്സ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട്, അതായത് ശ്രദ്ധിച്ചോണം, ആ വിക്ക് ക്രിയേറ്റ് ആകുന്നതിൻ്റെ കാരണം ബയേഴ്സ് നല്ലപോലെ സ്ട്രോങ് ആയതുകൊണ്ട്, ഇവിടെ ബയേഴ്സ് നല്ലപോലെ സ്ട്രോങ് ആയതുകൊണ്ട് സെൽ 5 റുപ്പീസ് വന്നാൽ പോലും തിരിച്ച് ബയേഴ്സ് സ്ട്രോങ് ആയപ്പോൾ തിരിച്ച് മുകളിൽ ചെന്ന് സ്റ്റോപ്പ് ആയതെന്ന് പറഞ്ഞാൽ നമ്മൾ 110 രൂപ എന്ന് പറഞ്ഞ സ്പേസാണ്. ഈ ഒരു സ്പോട്ടിനാണ് നമ്മൾ 110 രൂപ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തു, 5 റുപ്പീസിലേക്ക് എത്തി, എഗെയിൻ പുഷ് ചെയ്തു. അതായത് നല്ല ബുള്ളിഷ് ക്യാൻഡിലേക്ക് പോകാനുള്ള ഒരു റീസൺ, ടെൻഡൻസി കാണിച്ചതിൻ്റെ മെയിൻ റീസൺ നല്ലപോലെ നല്ലപോലെ ബയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ ബയേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റ് ഗോൺ അപ് ടു 110. ആ 110ലേക്ക് എത്തി. പക്ഷേ ആ 110ൽ ഇരുന്ന് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു 100 റുപ്പീസിലേക്ക് എത്തി. മീൻസ് അവിടെ ആ 100 റുപ്പീസിലേക്ക് എത്തുമ്പോൾ, അതായത് 110ലേക്ക് പോയത് തിരിച്ച് 100 റുപ്പീസിലേക്ക് വരുമ്പോൾ ആ ക്രിയേറ്റ് ആകുന്ന ഈ ഒരു പൊസിഷൻ, അതായത് ഈ ഒരു പൊസിഷനെയാണ് ശരിക്കും വിക്ക് എന്ന് പറയുന്നത്. മീൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ പുള്ളിഷായി പോയ ക്യാൻഡിൽ 110 രൂപ വരെ പോയെങ്കിലും അത് തിരിച്ച് എന്ത് ചെയ്തു, 100ലേക്ക് എത്തി. അപ്പം ആ 100ലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് പറയുന്നത്, ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് 100 റുപ്പീസിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം അത് അവിടെ നിന്ന് എത്ര സെല്ല് പോയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 10 റുപ്പീസ് സെല്ല് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ $10. ഓക്കെ, സോ അതിനെയാണ് ആ $10 എന്ത് പറയുക, അപ്പർ ഷാഡോ അല്ലെങ്കിൽ അപ്പർ വിക്ക് എന്ന് പറയുക. എന്നു വെച്ച് കഴിഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിക്കുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ വിക്കിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു വെച്ചേക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വരുന്ന സെഷൻസിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നോർമലി പീപ്പിൾ വിൽ നോട്ട് ടീച്ച് അത്ര എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ. ഓക്കെ, സോ അപ്പം നമ്മളിവിടെ കണ്ടതുപോലെ ഇതാണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുക. അതായത് 10 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തു, 5 റുപ്പീസിലേക്ക് എത്തി, തിരിച്ച്
110 എത്തി, 10 ഇരുന്ന് പിന്നെ 100 റുപ്പീസിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ 10 ആൻഡ് 100 റുപ്പീസ് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ബോഡി. അതിൻ്റെ കാരണം ഓപ്പണിംഗ് പ്രൈസ് 10-ലായിരുന്നു. ഓക്കെ, ക്ലോസിംഗ് പ്രൈസ് 100-ലായിരുന്നു. 110 പോയായിരുന്നു, പക്ഷേ അവിടെ സെല്ലേഴ്സ് കൂടിയതുകൊണ്ട് അത് താഴോട്ട് വന്നു. സോ അവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തുണ്ടായിരുന്നു? നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ബുള്ളിഷ് ക്യാൻഡിൽ സെല്ലേഴ്സ് കൂടുമ്പോൾ മുകളിൽ എന്താവും? അപ്പർ സൈഡിൽ വിക്ക് ഉണ്ടാവും സെല്ലേഴ്സ് കൂടുമ്പോൾ. അതാണ് 110 വന്നു, പക്ഷേ സെല്ലേഴ്സ് അവിടെ നിന്ന് കൂടിയപ്പോൾ 100 വന്നിട്ട് ക്ലോസ് ചെയ്തു. അതായത് ആ പ്രഷർ, അതായത് എന്താ പറയുക, ഒരു പരിധിക്ക് കൂടുതൽ ബൈ ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക, മാർക്കറ്റ് നമുക്ക് പിടിച്ച് എപ്പോഴും ഒരു ബൈയും സെല്ലും നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എപ്പോഴും ബുള്ളിഷ് ആവില്ല. അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺ ആണ് ഓൾവേസ്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുക. ഇതാണ് ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഇപ്പം നമുക്ക് ബെയറിഷ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ബെയറിഷ്, എങ്ങനെയാണ് ബെയറിഷ് ക്യാൻഡിൽ വരുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് എപ്പോഴും ടോപ്പ് റേഞ്ചിലായിരിക്കും. അതായത് ഇറ്റ് മീൻസ് ഓപ്പണിംഗ് എപ്പോഴും മുകളിലായിരിക്കും, ക്ലോസിങ് എപ്പോഴും താഴെയായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 100 തന്നെ, ഇതിൻ്റെ ഓപ്പണിംഗ് 100-ലായിരിക്കും. ഓക്കെ, ക്ലോസ് ചെയ്യുന്ന സമയത്ത് 10 റുപ്പീസിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബെയറിഷ് എന്ന് പറയുന്നത്. ഇത്രയും രൂപ താഴോട്ട് പോകും. ഓക്കെ, സോ ഇവിടെ വിക്ക് എന്തുകൊണ്ടാണ്, ഇവിടെയും വിക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ വിക്കിന് എന്താണ് പറയുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സി, എക്സാക്ട്ലി ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, എക്സാക്ട്ലി ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ബുള്ളിഷിനും ബെയറിഷിനും ഉള്ളത്. ഓക്കെ, സോ അപ്പം എക്സാക്ട്ലി ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 100 സ്റ്റാർട്ട് ചെയ്ത് 10 വന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഇവിടെ വിഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെയും വിഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഈ വിഗ് രണ്ടും എങ്ങനെയാണ് ക്രിയേറ്റ് ആയത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വി ക്യാൻ സി അപ്പർ വിഗ്. അപ്പർ വിഗ് എങ്ങനെ വന്നു? 100 സ്റ്റാർട്ട് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്തു? ബൈ ചെയ്ത് 100. ഇവിടെ സെല്ലേഴ്സ് ഉണ്ടാകുന്ന ആ ഒരു റേഞ്ച് ഓപ്പൺ അതായത് ഈ സെൽ പൊസിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന റേഞ്ചിൽ നിന്ന് ബയേഴ്സ് ഉണ്ടായിരുന്നു. സോ ബയേഴ്സ് വിൽ ടേക്കൺ അപ് ടു 110. ബട്ട് നല്ല ബുള്ളിഷ് ട്രെൻഡ് ആയതുകൊണ്ട്, നല്ല ബെയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇറ്റ് കം ബാക്ക് ടു 100 ആൻഡ് ഇറ്റ് ഗോൺസ് ഡൗൺ ടിൽ 5 റുപ്പീസ്. മനസ്സിലായല്ലോ? അതായത് 110 വരെ എത്തി, തിരിച്ച് 100-ൽ എത്തി, അവിടെ നിന്നും താഴോട്ട് ചെല്ലുമ്പോൾ 100 റുപ്പീസ് ഓപ്പണിംഗ് പ്രൈസ് ഇരുന്ന് താഴോട്ട് ചെല്ലുമ്പം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻഡിലായിരിക്കും. ഓക്കെ, ബോഡി ഓഫ് ദ ക്യാൻഡിൽ. ഓക്കെ, സോ ടിൽ 5-ലേക്ക് എത്തിയ പ്രൈസ് എഗെയിൻ ഇറ്റ് കമ്മിങ് അപ് ടു 10 റുപ്പീസ്. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ബയേഴ്സ് ഉണ്ടായി. ഓക്കെ, ബയേഴ്സ് വന്നു. അപ്പം ഈ 5 തിരിച്ച് 10-ലേക്ക് പോയി തിരിച്ച് 10-ലേക്ക് പോയി ഇത് 10 ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ 50-ൽ ക്ലോസ് ചെയ്താലും ഇത് ബെയറിഷ് തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓവർകമ്മിങ് ദ ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, സോ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ബെയറിഷിന് എപ്പോഴും മുകളിലായിരിക്കും. ഓക്കെ, ബൈയിന് എപ്പോഴും താഴെയായിരിക്കും എന്നുള്ളതാണ് നോർമലി പാറ്റേൺ. അപ്പോൾ ബെയറിഷ് എന്ന് പറഞ്ഞാൽ ബെയറിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഓപ്പണിംഗ് പ്രൈസ് മുകളിലാണ്. ഓക്കെ, ബോഡി മിഡിൽ ഓഫ് ദ ക്യാൻഡിൽ
ലോവർ പ്രൈസ് എന്ന് പറയുന്നത് താഴെയായിരിക്കും. സി ദിസ് ദ ഏരിയ നിങ്ങൾക്ക് എന്ത് പറയാം, ബോഡി എന്ന് പറയാം. ഇവിടെ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഇതൊരു വേറൊരു ക്യാൻഡിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഇത് നിങ്ങൾക്ക് ബുള്ളിഷ് എന്താണ് ബെയറിഷ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയുക. ബുള്ളിഷ് എപ്പോഴും ഓപ്പണിംഗ് താഴെ ക്ലോസിംഗ് മുകളിൽ, അതായത് അതിൻ്റെ അപ്പർ ഷാഡോയും ലോവർ ഷാഡോയും വരുന്നതിൻ്റെ കാരണം അൺസ്റ്റേബിളായിട്ട് വരുന്ന കാരണം കൊണ്ടാണ്. മാർക്കറ്റിൻ്റെ ഇപ്പം എന്താ പറയുക, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ആ ഒരു ചേഞ്ചസ് 110 എന്ന് പറഞ്ഞ് അവിടെ വരെ റീച്ച് ആയത് തിരിച്ച് 100 വന്ന് ക്ലോസ് ചെയ്തത് കൊണ്ടാണ് ഈ ഷാഡോ അപ്പർ ഷാഡോ ക്രിയേറ്റ് ആയത്. ലോവർ ഷാഡോ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആയത്? 10 റുപ്പീസിൽ ഓപ്പൺ ചെയ്തു, പക്ഷേ 5 റുപ്പീസ് വരെ എത്തി, പിന്നെ തിരിച്ച് മുകളിലോട്ട് പോയി. അപ്പം അതുകൊണ്ടാണ് ആ 10 to 5 ഈ റേഞ്ചാണ് ഷാഡോ ആയിട്ട് ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇത് തിരിച്ച് മുകളിലോട്ട് പോയതെന്ന് ചോദിച്ചാൽ അവിടെ ബയേഴ്സ് സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് തിരിച്ച് മുകളിലോട്ട് പോയത്. ഓക്കെ, ഇവിടെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. സെയിം തന്നെ 100 ഓപ്പൺ ചെയ്തു, ക്യാൻഡിൽ 100 ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇറ്റ് ഗോൺ അപ്പ് അഗെയിൻ ടിൽ 110 വരെ ബയേഴ്സ് എടുത്തുകൊണ്ട് പോയി. പക്ഷേ സെല്ലേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് എന്താ പറയുക, അത് തിരിച്ച് താഴോട്ട് അതേപോലെ തിരിച്ച് താഴോട്ട് വന്നു. ഓക്കെ, ടിൽ 5. അപ്പം തിരിച്ച് ബെയറിഷായി തിരിച്ച് 5 റുപ്പീസിലേക്ക് വന്നത് എഗെയിൻ ബയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ ബയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബയേഴ്സ് ഉണ്ടാകുമ്പോൾ അപ് ടു 10 വന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബയേഴ്സ് എന്ത് ചെയ്ത് പുഷ് ചെയ്ത് 10 വന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പം ഇൻ ബിറ്റ്വീൻ, അതായത് 100 സ്റ്റാർട്ട് ചെയ്തത് 110 പോകുമ്പോൾ പോയിട്ട് തിരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഈ വിക്ക് ക്രിയേറ്റ് ആകുന്നത്. സോ വേർ ഈസ് ദ ഓപ്പണിംഗ് പ്രൈസ്, ആ പ്രൈസ് തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോഡി ആയിരിക്കും ക്രിയേറ്റ് ആകുന്നത്. സോ അപ്പം ഈ ബോഡി എന്ന് പറയുന്നത് ഇവിടം വരെ വരും, ഈ ഏരിയ വരെ വരും. സോ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷാഡോ ക്രിയേറ്റ് ആകും. ഓക്കെ, സോ അപ്പം ഈ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ നോട്ട് ചെയ്ത് തന്നെ പോവുക, എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുള്ളൂ മുമ്പിലോട്ട് പോകുമ്പോൾ. സോ അപ്പം എപ്പോഴും ഒരു ഡയറി കീപ്പ് ചെയ്യുക. എവറി സെഷൻ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് എടുത്ത് തരും. സംശയങ്ങൾ നിങ്ങൾ പറയുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻക്രീസ് ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടാവും, ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ബോഡി കണ്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് അകത്ത് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബെയറിഷ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബുള്ളിഷും ബെയറിഷും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബുള്ളിഷിൻ്റെ ഓപ്പണിലിരുന്ന് അതിൻ്റെ താഴെ വരുന്ന ലോ, അതിനെയാണ് വിക്ക് എന്ന് പറയുന്നത്. ഓപ്പണിൻ്റെ താഴെ വരുന്ന ലോയിനെയാണ് വിക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് പ്രൈസിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ഹൈ, അതായത് എവിടെയാണോ അതിൻ്റെ ഒരു ഹൈയും ലോയും എടുത്തേക്കുന്നത് ആ ഒരു പൊസിഷനെയാണ് ശരിക്കും ഹയർ പ്രൈസ്. ഇത് ഹയർ, ഓക്കെ, ഇത് ലോവർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ് ഇത്, ക്ലോസിംഗ് പ്രൈസ് ഇത്, ഇന്നത്തെ ഡേയിൽ ഏറ്റവും ഹൈ ഏറ്റവും ലോ എന്ന് പറയുന്നില്ല. അതാണ് എക്സാക്ട്ലി ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൽ ഏറ്റവും ലോ. ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ നമ്മൾ ഈ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ 5 റുപ്പീസ്. അപ്പം ആ ഇന്നത്തെ ഡേയിൽ ഏറ്റവും ലോ എന്ന് പറയുന്നത് 5 റുപ്പീസും ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് 110 വരും. ഓക്കെ, സോ അപ്പം ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര 10 റുപ്പീസ്, ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100. ഓക്കെ, സോ നമ്മൾ നേരെ തിരിച്ച് ബെയറിഷ് ട്രെൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു 100 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതൊരു ഹൈ എടുക്കും, ആ ഹൈ 110 റീച്ച് ആകും. പിന്നെ അഗൈൻ തിരിച്ച്
താഴോട്ട് ചെന്ന് എവിടെയാണ് ഏറ്റവും ലോയിൽ വന്ന് വരുന്നത്, ഏറ്റവും ലോ ആ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന അത് ഇപ്പോൾ നമ്മൾ 5 റുപ്പീസ് എന്ന് വെച്ചിരുന്നു, അത് 5 റുപ്പീസ് താഴെ ആ 5 റുപ്പീസ് വരെ എത്തി. അപ്പം തിരിച്ച് മുകളിലോട്ട് ചെല്ലുന്ന ആ ഒരു റേഞ്ച് ഈ ക്ലോസിങ് ആകുന്നില്ല. ഈ സ്ഥലത്ത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, 10 റുപ്പീസ്. ഓക്കെ, 10 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഓപ്പൺ ചെയ്തു, 110 രൂപ വരെ പോയി. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈ. പിന്നെ എന്ത് സംഭവിച്ചു? ബാരിഷ് സംഭവിച്ചത് 5 റുപ്പീസ് വരെ എത്തി. പക്ഷേ എന്ത് ചെയ്യുക, തിരിച്ച് മാർക്കറ്റ് 10 റുപ്പീസിൽ നിന്ന് ക്ലോസ് ചെയ്തു. ഓപ്പണിംഗ് പ്രൈസ് 100-ലായിരുന്നു, ക്ലോസിംഗ് പ്രൈസ് 10 റുപ്പീസിലായിരുന്നു. അതേ സമയത്ത് നമ്മളുടെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് പ്രൈസ് 10 റുപ്പീസിലായിരുന്നു, ക്ലോസ് ചെയ്ത് 100 റുപ്പീസിലാണ്. ഓക്കെ, അതാണ് ബുള്ളിഷ് ബാരിഷ്. അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടോയെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഹൈ ലോ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. അതായത് ഈ മാർക്കറ്റ് ഇപ്പം മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ക്രിയേറ്റായ ക്യാൻഡിലിൻ്റെ ഏറ്റവും ഹൈയും ഏറ്റവും ലോയുമാണ് ശരിക്കും ഈ ഹൈ ആൻഡ് ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ദ ക്യാൻഡിൽ സ്റ്റിക്സ് എന്നാൽ എങ്ങനെ വരും, എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. Okay, see, this is a one simple way I am showing ക്യാൻഡിൽസിനെ കുറിച്ച് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇത് നമുക്ക് ഇലാബറേറ്റ് ആയിട്ട് പറയണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളൊരു എപ്പോഴും നോട്ട് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മാത്രമേ പോകാവൂ. സോ എപ്പോഴും നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഈ സ്പേസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ വരച്ച് നമ്മൾ എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഇഫ് യു റൈറ്റ് ഇറ്റ് വിൽ ബി വെരി ഗുഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ എന്ന് പറയാൻ ഒരു നോർമൽ 2 ക്യാൻഡിൽ, അതായത് ബുള്ളിഷ് എന്താണ് ബാരിഷ് എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സോ ആ ബുള്ളിഷിൻ്റെ അകത്തും ബാരിഷിൻ്റെ അകത്ത് വേറെ കുറേ വെറൈറ്റീസ് എന്ന് പറയാം. ഇപ്പം എന്ത് പറയാം, വെറൈറ്റീസ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ കഴിക്കാൻ പോവുകയാണെങ്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ടാവില്ലേ, ഫിഷ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടാവില്ലേ. ഇപ്പം എനിക്ക് ഇഷ്ടം ഫിഷാണ്, അതുകൊണ്ടാണ് ഞാൻ ഫിഷ് പറഞ്ഞത്. അപ്പം ആ വെറൈറ്റീസിനെയാണ് ഇതിന്. അതേപോലെ ഇപ്പം ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റിൻ്റെ അകത്ത് ബയേഴ്സും സെല്ലേഴ്സും എല്ലാം ഉണ്ടാവും. അപ്പം അതെങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്, ടൈപ്സിൽ ക്യാൻഡിൽ സ്റ്റിക്സിന് എങ്ങനെയാണ് അത് വെറൈറ്റി ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ ബുള്ളിഷ് ബാരിഷ് സെൻറ്റർ ഓഫ് ദ പോയിന്റ് നമുക്ക് ന്യൂട്രൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ബുള്ളിഷ് ബാരിഷ് എന്ന് നമ്മൾ ഇതിൽ കാണുന്നു. ഓക്കെ, സോ ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്സ് എപ്പോഴും ഞാൻ എന്നാ പറഞ്ഞ താഴെയായിരിക്കും. സോ ഇതിൻ്റെ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. മോസ്റ്റ് ബുള്ളിഷ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മോസ്റ്റ് ബുള്ളിഷ്, മോസ്റ്റ് ബാരിഷിൻ്റെ എപ്പോഴും ഓപ്പണിങ് മുകളിലായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഏരിയ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഈ ന്യൂട്രൽ ഇത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ത്രാസ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിഡില്ലേ ആ ഒരു സെൻട്രൽ പോയിന്റില്ലേ എന്ന് നമുക്ക് പറയാം. ബയേഴ്സും സെല്ലേഴ്സും ഈക്വലി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പാറ്റേൺ. അതായത് മോസ്റ്റ് ബുള്ളിഷ്, മോസ്റ്റ് ബെയറിഷ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, സെൻട്രൽ ന്യൂട്രൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് ഈ ഏരിയയ്ക്ക് വരാം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് ലോങ് ബാർ, അതായത് ഇതാണ് നമ്മുടെ ലോങ് ബാർ ക്യാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ, സോ ലോങ് ബാർ, ഹാമർ, ഡ്രാഗൺ ഫ്ലൈ, ദിസ് ഓൾ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് അപ് ട്രെൻഡ്. അതായത് ഇതെല്ലാം നമുക്ക് മീൻ ചെയ്യുമ്പം അങ്ങനെ മീൻ ചെയ്യാം. 10 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ആദ്യം 10 റുപ്പീസാണല്ലോ യൂസ് ചെയ്തത്. സോ 10 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തത് ക്ലോസ് ചെയ്ത സമയത്ത്
10ൽ ക്ലോസ് ചെയ്തു. ഓക്കെ, 10ൽ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്ത സമയത്ത് 100ൽ ക്ലോസ് ചെയ്തു. അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ 10ൽ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്ത സമയത്ത് 50ൽ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 20, ബിക്കോസ് ഇത്രയും ഏരിയൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ആകുന്നത്. സോ 20 എന്ന് പറയുന്ന ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു 50 എന്ന് പറയുന്ന പ്രൈസിൽ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് 100 ആകും. ഓക്കെ, സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഇതിൻ്റെ ബുള്ളിഷ് ട്രെൻഡിൻ്റെ എപ്പോഴും താഴെ ആയിരിക്കും ഓപ്പണിങ്സ്. ദിസ് ആർ 10, 10, 10, 50. ക്ലോസിങ് നോക്കുവാണെങ്കിൽ 110, 10ൽ സ്റ്റാർട്ട് ചെയ്ത് 100ൽ ക്ലോസ് ആയി, 10ൽ സ്റ്റാർട്ട് ചെയ്ത് 50ൽ ക്ലോസ് ആയി, അടുത്ത് 50 സ്റ്റാർട്ട് ചെയ്ത് 100ൽ ക്ലോസ് ആയി. സോ ഇതാണ്. അപ്പം ഇതിൻ്റെ ഹൈ, ഇതിൻ്റെ ലോ. വാട്ട് ഈസ് ഇതിൻ്റെ ഹൈ ലോയാണ് ഇൻ ബിറ്റ്വീൻ. ഇതിൻ്റെ അകത്ത് ഹൈയും ലോയും വരുന്നതാണ് ശരിക്കും ബുള്ളിഷ് ബെയറിഷ്. അതായത് ബെയറിഷ് ആയ ഒരു ബുള്ളിഷായിട്ടുള്ള ഒരു ക്യാൻഡിലിനകത്ത് സെല്ലേഴ്സ് കൂടുമ്പോൾ എന്ത് പറയാം, അവിടെ ഒരു വിഗ് അല്ലെങ്കിൽ ഷാഡോ ക്രിയേറ്റ് ആകും. സോ എഗെയിൻ സെല്ലേഴ്സ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തിരിച്ച് മാർക്കറ്റ് എടുത്ത് അപ് ട്രെൻഡിലേക്ക് മുകളിൽ ചെല്ലുമ്പോഴാണ് ആ ഷാഡോ ക്രിയേറ്റ് ആകുന്നത്. സോ ക്യാൻഡിൽ സ്റ്റിക്കിൽ ലോങ് ബാർ ഞാനിപ്പോൾ കാണിച്ചായിരുന്നു. 10ൽ സ്റ്റാർട്ട് ചെയ്ത അമൗണ്ട് 110ൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഇത് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്, ഇതിൽ ട്രെൻഡ് അപ്പാണ് എപ്പോഴും, ബുള്ളിഷിൽ എപ്പോഴും അപ്പാണ്. സോ you can expect a bullish trend. It will come, the candles will show like this only. Okay, so അപ്പോൾ നിങ്ങൾ ബുള്ളിഷ് എന്താണെന്നുള്ള മനസ്സിലാക്കി. നമുക്കിനി ബാരിഷിലേക്ക് പോയാലോ. ബാരിഷിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നിർത്താം. 110ൽ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ആയ സമയത്ത് 10 rupeesൽ ക്ലോസ് ആയി. ഓക്കെ, 110ൽ സ്റ്റാർട്ട് ചെയ്ത് 10 rupeesൽ ക്ലോസ് ആയി. അപ്പോൾ ഇവിടെ നടന്നത് ബാരിഷ്. അതേപോലെ ഇവിടെ 110ൽ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ആയ സമയത്ത് 50ൽ ക്ലോസ് ആയി. സോ ഇറ്റ് ഈസ് ബാരിഷ് ട്രെൻഡ്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ബാരിഷ് ട്രെൻഡിന് എപ്പോഴും സ്റ്റാർട്ട് മുകളിലായിരിക്കും. 110ൽ സ്റ്റാർട്ട് ചെയ്ത് 25ൽ ക്ലോസ് ആയി. 110ൽ ബാരിഷ് അതിൻ്റെ ഉണ്ട്. ഓൾമോസ്റ്റ് 25ൽ സ്റ്റാർട്ട് ചെയ്തു, 25 എന്ന് പറയാം. 25ൽ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ആയ സമയത്ത് 10 rupeesൽ ക്ലോസ് ആയി. സോ അപ്പോൾ ബാരിഷിന് എപ്പോഴും ഓപ്പണിംഗ് പ്രൈസ് ഹൈ ആയിരിക്കും, ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലോ പ്രൈസിലായിരിക്കും ക്ലോസ് ആകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബാരിഷ് ട്രെൻഡ്. ബാരിഷ് ട്രെൻഡിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ബാർ, ഷൂട്ടിംഗ് സ്റ്റാർ, ദെൻ ഇൻവെർട്ടഡ് ഹാമർ. ഓക്കെ, ഇത് മേജർ ക്യാൻഡിൽസ് ആണ്. ഇനി വേറെ കുറേ ഉണ്ട്, ബട്ട് you should know, if you are doing a market, you should know at least these basics. Yeah, നിങ്ങളിത് അറിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്പിന്നിങ് ടോപ്പ് ഇതൊക്കെ ന്യൂട്രൽ സ്റ്റേജ് ആണ്. സോ ഇവിടെ നമുക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് വേണം എടുക്കാൻ. ബിക്കോസ് ദിസ് ന്യൂട്രൽ ഏരിയ ഈസ് വെരി ഡേഞ്ചറസ് പ്ലേസ് ഫോർ ടേക്കിംഗ് ട്രേഡ്. ഓക്കെ, ഇവിടെ അപ്പിലേക്കാണോ മാർക്കറ്റ് പോകുന്നത്, ഡൗണിലേക്കോ വരണമെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മാക്സിമം അവോയ്ഡ് ദ ട്രേഡിങ്. ഓക്കെ.
അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക്. മോസ്റ്റ് ബുള്ളിഷ്, അതായത് ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സ്. ബുള്ളിഷിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മോസ്റ്റ് ബുള്ളിഷ്, സെക്കൻഡ് മോസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ, നോർമൽ ബുള്ളിഷ് ക്യാൻഡിൽ, ന്യൂട്രൽ ആൻഡ് ലീസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഇവിടെ പറയാനുള്ളത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നമുക്ക് മീൻ ചെയ്യുന്നത് സ്ട്രോങ് അപ് ട്രെൻഡാണ് മീൻ ചെയ്യുന്നത്. മോസ്റ്റ് ബുള്ളിഷ്, സെക്കൻഡ് ബുള്ളിഷ് മീൻ ചെയ്യുന്നത് സെയിം. ഓക്കെ, സോ അപ്പം ഇത് രണ്ടും സ്ട്രോങ് ആയിട്ട്, അപ്പം സോ അത് നമുക്ക് വോളിയം സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ വോളിയം കൂടുതൽ നടന്നേക്കുന്നത് താഴെയായിരിക്കും. ഓക്കെ, ബുള്ളിഷിൻ്റെ എപ്പോഴും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നോർമൽ ബുള്ളിഷ് ക്യാൻഡിൽ. സോ എന്താ പറയുക, ഇത് ഒരു നോർമൽ ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇത് മെയിൻ ചെയ്യുന്നത് അപ് ട്രെൻഡാണ്. ഓക്കെ, സോ അടുത്തതിലേക്ക് നമുക്ക് പോകാൻ ന്യൂട്രലി ബുള്ളിഷ്. നമുക്കിവിടെയാണ് ടാസ്ക് വരുന്നത്. ഇവിടെ എപ്പോഴും നമ്മളിവിടെ ഓപ്പണിംഗ് പ്രൈസ് ഇതാണ്, ക്ലോസിംഗ് പ്രൈസ് ഇതാണ്, അതുകൊണ്ടാണ് ബുള്ളിഷ്. പക്ഷേ ഇതിൻ്റെ വിക്ക് റൺ ഓൾമോസ്റ്റ് സെയിം വിക്സ് ആർ സിമിലർലി സെയിം ഫൈറ്റ്. നമ്മുടെ ബോഡി ഓഫ് ദ ക്യാൻഡിൽ വരുന്നത് സെൻട്രലാണ്. സോ അപ്പോൾ നമുക്കിപ്പോൾ ഡിസിഷൻ എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. ഓക്കെ, സോ ഇത് നമുക്ക് എന്താ പറയുന്നത്, ലീസ്റ്റ് ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബയേഴ്സ് ഉണ്ടാവുള്ളൂ. സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആണ്. ഇത്രയും ദൂരത്തേക്ക് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് മാർക്കറ്റ് എഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ഹിയർ. പക്ഷേ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ ട്രെൻഡ് ഇറ്റ് കംസ് ഡൗൺ. ഇതിൻ്റെ കൂടെ ട്രെൻഡും കൂടെ പറഞ്ഞു തരുവാണ്. ഓക്കെ, സോ നമുക്കപ്പോൾ വേറെ സെഷനിൽ നോക്കി പോകുമ്പോൾ എളുപ്പമുണ്ടാവും. ഇത് ഒരു ബുള്ളിഷിനെ കാണിക്കുന്നു, ഇതൊരു ബെയറിഷ് ട്രെൻഡിനെ കാണിക്കുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് ബെയറിഷ് ക്യാൻഡിൽസ് നോക്കാം. ഇവിടെ ഏകദേശം സെയിം തന്നെ, മോസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ ആയിരിക്കും, ക്ലോസിംഗ് താഴെ. സോ ഇതിന് നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് മോസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇവിടെയും ക്ലോസിംഗ് ഇവിടെയും. അപ്പോൾ ഇത് മോസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഹൈ എന്ന് പറയാം. ഇതിന് നമുക്ക് ഹൈ എന്ന് പറയാം. ഹൈ പ്രൈസ് എന്താണോ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന പ്രൈസ്, ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ചാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതിൻ്റെ മുകളിലത്തെ പ്രൈസും താഴത്തെ പ്രൈസും, എക്സ്ട്രീമും ലോയും. ഓക്കെ, സോ ഇതൊരു ബെയറിഷ് ട്രെൻഡ് ആകാൻ എന്തുകൊണ്ടാണ് സാധ്യതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സെല്ലേഴ്സ് കിടക്കുക ഇതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് ബെയറിഷ് ആകാൻ. ഇതും അതേപോലെ തന്നെ. സോ ഇവിടെയൊക്കെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള സെൽസും അധികം കൂടുതൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ എന്താ പറയുക, ഇവിടെ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അബ്സൊല്യൂട്ട്ലി വി ആർ ടേക്കിംഗ് ദ റോങ് ഡിസിഷൻ. ഓക്കെ, നോർമലി ബെയറിഷ് ഓപ്പണിംഗ് നമുക്കറിയാം, താഴോട്ടും പോയി. പക്ഷേ ഇവിടെ ഡിഫിക്കൽട്ടിയാണ് ട്രേഡ് എടുക്കുന്നത്. അതേപോലെ ന്യൂട്രൽ സ്റ്റേജ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ബയേഴ്സും സെല്ലേഴ്സും വന്ന് ഈക്വൽ ലെവലിലാണ് നിൽക്കുക. സോ അപ്പിലേക്കും പോവാം ഓർ ഡൗണിലേക്കും പോവാം. അപ് ട്രെൻഡിലാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ഇറ്റ് വിൽ ടേക്ക് അപ് ട്രെൻഡ്. ബെയറിഷ് ട്രെൻഡാണെങ്കിൽ എക്സാക്ട്ലി. സോ ഇത് നമുക്ക് മീൻ ചെയ്യുന്നത് ഇത്രത്തോളം ബയേഴ്സ് ഉണ്ടായിരുന്നു ഈ ബെയറിഷ് ക്യാൻഡിലിൽ, ഇത്രയും ബയേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇവിടെ തൊട്ട് ഇവിടം വരെ ഈ ലോ വരെ എത്തിയത് തിരിച്ച് മുകളിലേക്ക് ചെന്ന് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു 500 നോക്കാം, തിരിച്ച് അവിടം വരെ എത്തും. ഓക്കെ, സോ തിരിച്ച് അവിടം വരെ എത്തുമ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു സ്റ്റേജിൽ, ഓക്കെ, സോ നല്ല സ്ട്രോങ് ബെയറിഷ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ തിരിച്ച് നല്ല സ്ട്രോങ് ബയേഴ്സ് വന്നതുകൊണ്ടാണ്. സോ ഇറ്റ് വിൽ മൂവ് അപ്പ്, ദ ട്രെൻഡ് വിൽ അപ്പ്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ള
അപ്പം ക്യാൻഡിൽസ് എല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ക്യാൻഡിൽസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ വിൽ ബ്രീഫ് യു ലെറ്റർ. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നിയോ എഫക്സ് ട്രേഡേഴ്സ് വിൽ ടീച്ച് എന്ത്, അതായത് നമ്മൾ ബേസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വളരെ ബേസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം എല്ലാ വീഡിയോസും നോട്ട് ചെയ്ത് തന്നെ പോവുക. സോ ഇറ്റ് വിൽ ഹെൽപ്ഫുൾ ഫോർ യു ടു ലേൺ ട്രേഡിങ്. മാർക്കറ്റിൻ്റെ കൂടെ എപ്പോഴും സിങ്ക് ആകാൻ വേണം ശ്രമിക്കാൻ. മാർക്കറ്റിൻ്റെ കൂടെ നിങ്ങൾ സിങ്ക് ആകുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം സിങ്ക് ആകാനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. സോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യു ക്യാൻ ഓൾസോ ലേൺ, വിൽ ഗെറ്റ് ഗ്രോത്ത് എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.